തിരുപ്പതി യാത്രയുടെ 2-ാം ദിവസം ഇതാ ഇവിടെ തുടങ്ങുകയായി. ഞാൻ എൻ്റെ മുടിയെല്ലാം ചീകിയൊതുക്കി വാരിക്കെട്ടി വളരെ മനോഹരമായി അലങ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. പുറപ്പെട്ടു കഴിഞ്ഞു. ബസ് യാത്ര തുടരാൻ പോവുകയാണ്. ബസ്സിൽ കയറി മലയടിവാരത്തിലേക്കുള്ള യാത്രയിലാണ് ഞങ്ങൾ. യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ചുറ്റുവട്ട കാഴ്ചകളിലൂടെ വളരെ മനോഹരമായ പ്രകൃതി ഭംഗി നിറഞ്ഞ മലകളും ബിൽഡിങ്ങുകളും വളരെ വളരെ സുന്ദരമായ സ്ഥലം. അത് താഴത്തൂടെ ട്രെയിൻ പോകുന്നുണ്ട്. സൈഡിൽ വലിയ വലിയ ബിൽഡിങ്ങുകളുണ്ട്. നല്ല രസകരമായൊരു സ്ഥലം. മലയുടെ അടിവാരത്തെത്തി. മലയുടെ മുകളിലേക്ക് പോകാൻ ഇനി വേറെ ബസ് വരണം. ആ ബസ്സിനെ കാത്തു നിൽക്കുകയാണ്. ഞങ്ങൾ വന്ന ബസ്സിൽ നിന്ന് എല്ലാവരും ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ട്രാവൽസ് ഉടമ യാത്രക്കാർക്ക് നിർദ്ദേശങ്ങൾ നൽകി ഞങ്ങളോടൊപ്പം തന്നെ ഉണ്ട്. എല്ലാവരും നല്ല സന്തോഷത്തിലാണ്. മലയുടെ മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള സന്തോഷത്തിലാണ്. ഇനി അവിടുത്തെ ഗവൺമെൻറ് ബസ് വരും. ആ ബസ് വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും മലയുടെ മുകളിലേക്ക് പോകാൻ പറ്റും. ഇതാ എല്ലാവരും പുറത്തിറങ്ങി വെയിറ്റ് ചെയ്യാണ് ബസ് വരാൻ വേണ്ടിയിട്ട്. ബസ് വരാൻ കുറച്ച് സമയം എടുക്കും തോന്നുന്നു. വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ ഡ്രൈവർ, ഇതുവരെ ഞങ്ങളെ ഇവിടെ തിരുപ്പതിയിലേക്ക് എത്തിച്ച ഞങ്ങളുടെ ഡ്രൈവറാണത്. മലയടിവാരം മുതൽ മുകളിൽ വരെ, മലയുടെ മുകളിൽ വരെ നല്ല ക്ലീൻ സിറ്റിയാണ്. ഒരു പൊടിപടലങ്ങളോ ചപ്പ് ചവറുകളോ പ്ലാസ്റ്റിക്കോ ഒന്നും കാണാൻ കഴിയില്ല. അത്രയും മനോഹരമായൊരു സ്ഥലമാണ്. ഇവിടെ നിന്നുള്ള കാഴ്ച ഭംഗി വളരെ നയനമനോഹരമാണ്. നമുക്ക് നല്ല സന്തോഷം തരുന്ന കാഴ്ചകളാണ് ഇവിടെ ഉള്ളത്. കണ്ണിനും മനസ്സിനും ഒക്കെ നല്ല സന്തോഷമാണ്. എല്ലാ ഗ്രൂപ്പ് മെമ്പേഴ്സും മലയുടെ മുകളിലേക്ക് പോകാനുള്ള ആകാംക്ഷയിലാണ്. ആദ്യമായിട്ട് മലയിലേക്ക് പോകുന്ന ആളാണ് ഞാൻ. ചിലരുണ്ട്, കുറച്ച് പേരുണ്ട് ഇങ്ങനെ ആദ്യമായിട്ട് പോകുന്നവർ. ഇതാണ് ഞങ്ങളുടെ ട്രാവൽസിൻ്റെ ഉടമ. ഇവരാണ് ഈ ഗ്രൂപ്പിനെ നിയന്ത്രിക്കുന്നത്, എല്ലാ നിർദ്ദേശങ്ങളും തരുന്നത്. ഇനി ഇതാ പുതിയ ബസ് വന്നു. പുതിയ ബസ്സല്ല, KSRTC ഇല്ല, അവിടുത്തെ ആന്ധ്രാപ്രദേശിൻ്റെ റോഡ് ട്രാൻസ്പോർട്ട് ബസ് ആണിത്. ഈ ബസ്സിൽ കയറി ഇനി മലയുടെ മേലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മലയുടെ 2 സൈഡുകളിലുള്ള കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്രത്തോളം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല. ഇത് ഞങ്ങളുടെ ഗ്രൂപ്പിന് മാത്രമായിട്ടുള്ള ഒരു ബസ്സാണ്. ഞങ്ങൾ 33 പേര് ആണുള്ളത്. 33 പേരും മാത്രമേ ഈ ബസ്സിൽ യാത്രക്കാരായിട്ടുള്ളൂ. ഞങ്ങൾക്ക് വേണ്ടി അനുവദിച്ച് തന്ന അവിടുത്തെ ഗവൺമെൻറ് ബസ്സാണിത്. വളരെ സന്തോഷം നിറഞ്ഞ ഒരു യാത്ര. പോലെ ആ മലയുടെ സൈഡിലൊക്കെ നല്ല ഭംഗിയുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. എത്രത്തോളം ഇത് ക്യാമറയിൽ ആവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പിന്നെ ഈ മലയ്ക്ക് കുറേ ചരിത്രങ്ങളൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ച് അങ്ങനെ വ്യക്തമായി പറഞ്ഞു തരാനൊന്നും എനിക്കറിയാത്തതുകൊണ്ട് ഞാൻ ആ ഒരു മേഖലയിലേക്ക് കടക്കുന്നില്ല. ഇപ്പോൾ ഇതാ അവിടുത്തെ ടിക്കറ്റ് കൗണ്ടറിൽ പോയിട്ട് എല്ലാവർക്കുമുള്ള പേയ്മെൻറ്റ് അടയ്ക്കാൻ വേണ്ടിയിട്ട് ലീഡർ പോയി. അത് കഴിഞ്ഞ് തിരിച്ചു വന്നു. വീണ്ടും യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മലയുടെ മുകളിലേക്ക് എങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. സൈഡിലുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അത്ര നല്ല ക്യാമറ ഇതുള്ള ക്യാമറയൊന്നുമല്ല, എൻ്റെ സാധാരണ ഒരു ഫോണിൽ ഞാൻ എടുത്തതാണ്. അപ്പോൾ മലയുടെ മുകളിലെത്തി. അവിടെ വന്നിട്ടുള്ള ഒരുപാട് യാത്രക്കാർ അവരുടെ വാഹനങ്ങളൊക്കെ അവിടെ പാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്. മലയുടെ മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇനി ഇവിടെ എല്ലാ മൊബൈലും എല്ലാം നമ്മൾ ഇവിടെ കൊടുക്കണം. ഇനി അങ്ങോട്ടുള്ള യാത്രയിൽ വീഡിയോ ഒന്നും എടുക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല. ഈ ഒരു സ്ഥലത്തുള്ള വീഡിയോ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇനി മലയുടെ മുകളിൽ പോയി വന്ന് തിരിച്ചിറങ്ങിയതിന് ശേഷം ഫോണ് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടുത്തെ കാഴ്ചകൾ എടുക്കാൻ പറ്റും.